Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning. Good morning, ma'am. Okay. So, prayer. Anna, prayer chollam. Who is going to sing prayer? ഞാനാണ് മാം. Okay. പറയട്ടെ മാം. Yeah. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King. There is only one body, that is why we sing. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. Thank you, ma'am. Yeah, good. The next note of the day. Karata, miss. Okay. A pen can do mistakes, but a pencil can because it has good friends eraser. Only a true friends can erase your mistakes and make you perfect. APJ Abdul Kalam. Yeah. Okay. Okay. So, how are you all? Fine, ma'am. Fine, ma'am. Going good, ma'am. Fine, ma'am. Morning, ma'am. Yeah, fine. Okay. Yeah. Okay. So, let's begin our class. Starting at the long What about you, ma'am? Yeah, I'm also good. Okay, starting at the Yeah, okay. Okay. Yeah. എല്ലാവരുടെയും വോയിസ് മ്യൂട്ട് ആണോ എന്ന് നോക്കുക. ഡബിളിന് മാത്രം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അതർവൈസ് യുവർ മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ. അപ്പോ ഫസ്റ്റ് നമുക്ക് ഗ്രാമർ ആണ്. സ്റ്റാർട്ടിങ് ഗ്രാമർ ആണ്. ഗ്രാമർ ബേസിക് ആണ് നിങ്ങളിപ്പോ പഠിക്കുന്നത്. സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ? നിങ്ങളുടെ വോയിസിലൊക്കെ സൗണ്ട് കൂട്ടി നോക്കി. കുറവാണെങ്കിൽ ഓക്കെ. ഓക്കെ. ഓ, ഇംഗ്ലീഷില് സൗണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇംഗ്ലീഷില് നമ്മള് ഗ്രാമർ ആണ്. ഗ്രാമർ മീൻസ് നിങ്ങൾ ബേസിക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? എല്ലാവരും ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരുണ്ട്. ബേസിക് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് നിങ്ങളുടെ യൂണിറ്റ് 1 ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് ബേസിക് ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ഇംഗ്ലീഷ് ആണ്. ഓക്കെ. അത് ഞാൻ എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നില്ല. നമുക്ക് പിന്നീട് ആയാലും ലാസ്റ്റോ എപ്പോഴെങ്കിലും നമുക്കത് എടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ്. നൗൺ ആൻഡ് പ്രോണൗൺ. ഓക്കെ. അപ്പോ കോമൺ നൗൺ വരെ പറഞ്ഞതാണ്. യാ. അപ്പോ പ്രോപ്പർ നൗൺ എന്താണ്, നൗൺ എന്താണ് എന്നൊക്കെ ക്ലിയർ ആണ് എല്ലാവർക്കും? യാ. Yes, ma'am. യാ. വാട്ട് ഈസ് നൗൺ? പറയൂ. വാട്ട് ഈസ് നൗൺ? It's a naming word. Name of person, place, Name of person, place, or thing. thing. Name of a person, place, or thing. സ്ഥലത്തിന്റെ പേര്,
അല്ലെങ്കിൽ പെൻസിലിന്റെ പേര് ആണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ അങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്തൊരു പേര് പറയുന്നത് ഇതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോരുത്തരായിട്ട് സംസാരിക്കണേ. അപ്പൊ ഒരാള് സംസാരിക്കുകയാണെങ്കിൽ മറ്റേ ആളത് മ്യൂട്ട് ആക്കാം. അപ്പൊ അവർക്ക് ടൈം കൊടുക്കുക, അവർ സംസാരിക്കുന്ന ടൈം നിങ്ങൾ തന്നെ കൊടുക്കുക. ദെൻ ആള് സംസാരിച്ച ശേഷം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾ ഓരോരുത്തരും പേര് വിളിക്കാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി സിമ്പിള്. എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എക്കോ വരും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയാം, ഞാൻ വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം മ്യൂട്ട് ചെയ്യുക, ആൾക്ക് അവസരം കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സില് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണോ എങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. നോ നോ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, നോ ഞാൻ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണേ. ജസ്റ്റ് ഒന്ന് പറയണം. ഡോക്ടർ, നൗൺ ഓർ പ്രോണൗൺ? പ്രോണൗൺ നമ്മളെ ടോപ്പിക് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ പ്രോണൗൺ അല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്നാല് കേട്ടോ. നൗൺ എന്ന് പറയുന്നത് ഒരു നെയിമാണ്. അത് എന്തിൻ്റെങ്കിലൊക്കെ ആവട്ടെ. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് തിങ്സ് ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഇപ്പോ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, പേഴ്സൺ ഉണ്ട്, ആനിമൽ ഉണ്ട്, എന്തുവാകട്ടെ നമുക്ക് അതിന് ഏതെങ്കിലും ഒരു പേരുണ്ടാവും. ഇപ്പോ ഞാനൊരു ഗേൾ ആണെന്ന് പറയാം, എനിക്കൊരു പേരുണ്ടെന്ന് പറയാം. ഗേൾ എന്ന് പറയുന്ന പേരാണ് എനിക്കുള്ള പേരും പേരാണ്. അശ്വതി എന്ന് പറയുന്നത് എന്റെ പേര് തന്നെയാണ്. ഗേൾ എന്ന് പറയുന്നത് എന്റെ ഒരു ഐഡന്റിറ്റി ആണ്, അല്ലെ? ഫീമെയിൽ ആണ്. അതൊക്കെ ഒരു നെയിമാണ്. ഓക്കെ, നമ്മൾ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേര് വെച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കുക. അതിപ്പോ വസ്തു ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇതാണ് എന്ത് നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, അതൊരു നെയിമാണ്, ഒരു പേരാണ്. അത്രയേ ഉള്ളൂ, അതാണ് നൗൺ. ഇനി നമ്മള് നൗണിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺ ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോപ്പർ നൗൺ, അല്ലെ? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു. സോ Aisha Niyas, what is proper noun? Can you explain that? Yes, proper noun means it's a specific name or place or particular names, particular name or particular place. For example, Aisha, it's a proper noun, and I am from Kannur, so Kannur is proper noun. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ, അതായത് എന്റെ പേര് അശ്വതി, പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര്, ഇതെല്ലാം നമ്മൾ തന്നെ ഇട്ടകളുടെ പേരാണ്. ഒരു പെർട്ടിക്കുലർ നെയിം ആണ്. ഇപ്പൊ ഒരുപാട് കടകൾ നമ്മുടെ റോഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടാകും, അല്ലെ? ആ നെയിം വെച്ചിട്ടാണ് നമ്മൾ പറയാം, അത് ആ ഷോപ്പിൽ പോകാം, ആ ഷോപ്പിൽ ഫുഡ് നല്ലതാണ്, ആ ഷോപ്പിൽ നമ്മൾ വാങ്ങിച്ച ഡ്രസ്സ് നല്ലതാണ്, അല്ലെ? അപ്പൊ ആ ഷോപ്പിന് ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടാകും. ഓക്കെ, അതാണ് എന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ. ഇപ്പോ നമ്മളെല്ലാവരും ഇപ്പോ നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ എന്റെ ഫ്രണ്ടിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓരോ പെർട്ടിക്കുലർ നെയിം ഉണ്ട്. അല്ലാതെ ഇവരെ ഇപ്പൊ ഞാൻ ആയിഷനെ വിളിച്ചു, ആയിഷ എന്ന് വിളിച്ചപ്പോ ആയിഷ വിളി കേട്ടു, കാരണം അത് ആയിഷയുടെ പെർട്ടിക്കുലർ നെയിം ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അവർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ പറയും, അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ നെയിം ഉണ്ട്. അതിപ്പോ അനിമൽ ആയിക്കോട്ടെ, വസ്തു ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്ലേസ് ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഒരു യൂണിക് നെയിം ഉണ്ട്. എറണാകുളം, കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരു യൂണിക് നെയിം ഉണ്ട്. അതാണ് എന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്.
അതിന്റെ തന്നെ ജസ്റ്റ് ഒരു സിമിലർ വേർഷൻ ആണ് കോമൺ നൗൺ. ഞാനിപ്പോ തന്നെ പറഞ്ഞു നമ്മൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ് അല്ലെ, നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും കൂട്ടി ഞാൻ പറഞ്ഞ വേർഡ് എന്താണ്? സ്റ്റുഡന്റ് എന്നാണ്. അപ്പൊ അതെന്താണ്? അത് ഒരു കോമൺ നൗൺ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ ഒരുപാട് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് കടകളിൽ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്ത പേരാണ് ഷോപ്പ് എന്ന്, അല്ലെ? അപ്പൊ അതെന്താണ്? കോമൺ നൗൺ ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് നെയിം ഉണ്ട്, അതെല്ലാവരും കോമൺ നൗൺ ആണ്. അപ്പൊ നിങ്ങൾ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം വിച്ച് ഈസ് കോമൺ നൗൺ ഓർ വാട്ട് ഈസ് പ്രോപ്പർ നൗൺ എന്നൊക്കെ. ഓക്കെ, ഇപ്പോ തിയേറ്റർ ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും ഒരുപാട് സ്കൂളുണ്ട്. സ്കൂളിന് ഓരോ പേരുകളുണ്ട്. അങ്ങനെ ഓരോ പേരുകൾ പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പേരാണെങ്കിൽ അത് കോമൺ നൗൺ ആണ്. Is it clear? Proper noun and the common noun is all clear? Yes, ma'am. Yeah, doctor is a common noun. Yeah, clear. Yes. Yeah. Good. And the next one is abstract noun. Abstract noun means നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ ആ വേർഡ് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. മീൻസ് നമുക്ക് അതിനുള്ള ഒരു രൂപമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗിൽ ഓർമ്മ വരും, അല്ലെ? സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓർമ്മ വരും. പക്ഷെ ആബ്സ്ട്രാക്ട് നൗണിൽ കേൾക്കുന്ന വേർഡുകൾ നമുക്ക് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താണ് എന്നറിയില്ല. മനസ്സിലായോ? ജസ്റ്റ് നമ്മുടെ 5 സെൻസ് ഉണ്ട്. 5 സെൻസ് ഏതൊക്കെയാണ്? ടച്ച്, ഹിയർ, മൗത്ത്, അല്ലെ? ഇതെല്ലാം എന്താണ്? നമ്മുടെ 5 സെൻസ് ഒക്കെയാണ്. ആ 5 സെൻസ് വെച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് എന്റെ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം, അല്ലെ? നമ്മുടെ കുട്ടിക്കാലം നമ്മൾ കളിച്ചു നടന്ന ടൈം അതൊക്കെ ഓർമ്മ വരാം. അല്ലാതെ ആ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വേറൊന്നും ഓർമ്മ വരാം, അല്ലെ? ആ ചൈൽഡ്ഹുഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അത് ഓർമ്മ വരാം. നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ചൈൽഡ്ഹുഡ് വെച്ചിട്ട്. അല്ലാതെ ആ വേർഡ് നമുക്ക് നമ്മൾ കാണാനും പറ്റില്ല, ഒന്നും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് എന്ത് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ലവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഇപ്പോ പ്ലഷർ, പേഷ്യൻസ്, യൂത്ത്, ബ്യൂട്ടി, ഡെത്ത്, ഈഗോ, ആംഗ്രി മീൻസ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റും, പക്ഷെ എപ്പോഴും ആ വേർഡ് നമുക്ക് ഇമാജിനബിൾ ആണ്, അല്ലെ? അൺഇമാജിനബിൾ ആണ്. അങ്ങനെ വേർഡ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആംഗ്രി നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെ? ഹാപ്പിനെസ്, സാഡ്നെസ്, ഇതെല്ലാനും ഹംഗ്രി, ഇതെല്ലാം നമുക്ക് എന്താണ്? ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഷെറിൻ അഡ്ജക്റ്റീവ് ഒന്നും ഇപ്പൊ നമുക്കത് പറയണ്ട, അഡ്ജക്റ്റീവ് ഒക്കെ വരും. പക്ഷെ അഡ്ജക്റ്റീവ് ആബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് ഒരു അതൊന്നും സെയിം അല്ല കേട്ടോ. ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസ്, കോൺസെപ്റ്റ്സ്, ഐഡിയാസ്, ലവ്, മെമ്മറീസ്, ഇതൊക്കെയാണ് എന്ത് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഹർഷ, ഇതിൽ സംസാരിക്കാനാണോ? അപ്പോ ഇതാണ് ഇത് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് പറയാം, നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഒന്നുകൂടെ പറയും. അതായത് രഞ്ജിത, ഇപ്പൊ നമുക്ക് ഈഗോ എന്ന് വേർഡ് കേൾക്കുമ്പോ രഞ്ജിതക്ക് എന്താ മനസ്സിലാവാം? ഈഗോ, നമുക്ക് ഈഗോ എന്ന് പറയുന്നത് കാണാൻ പറ്റും? അല്ലെ? കാണാൻ പറ്റില്ല. ആ സമയം നമുക്ക് ഡോഗ് നോക്കുമ്പോൾ ഡോഗിന്റെ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വരും, ശരിയല്ലേ? കേൾക്കുമ്പോഴോ ജസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടത്. ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മുടെ 5 സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
അത് ഒബ്സർവ് ചെയ്യാനോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. പല സെൻസ് മീൻസ് കേൾക്കാനോ കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാമോ? കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയോ നിങ്ങള്? blessing, എന്തോ? blessing, ബ്ലെസ്സിങ്, യാ അനുഗ്രഹം, യാ ബ്ലെസ്സിങ്. ഇമോഷൻ, എന്തോ? pleasure, pain, Pressure, pain, hungry, sadness, beauty, ideas, beauty, patience, feeling. youth, pleasure, കേൾക്കുന്നില്ലയോ? കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്ത് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്നാല് ഒരു ഗ്രൂപ്പ് ഓഫ് അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണെങ്കിലും നമുക്ക് ഒരു കോമൺ ആയിട്ടൊരു വേർഡ് പറയാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ സ്കൂളില് നമ്മള് ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അതിനെന്താ നമ്മൾ പറയാ? ക്ലാസ് എന്ന് പറയും അല്ലേ? അത് 9B ആണ്, അത് ക്ലാസ് ആണ്, ഒരു ക്ലാസ് ആണെന്ന് പറയും. ക്ലാസ് എന്ന് പറയുമ്പോ അവിടെ ആരൊക്കെ ഉണ്ട്? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ? നമ്മളപ്പോ യൂസ് ചെയ്തെന്താണ്? ക്ലാസ് എന്നാണ്. ശരിയല്ലേ? അതേപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. കളക്റ്റീവ് നൗൺ വെച്ചിട്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട്. എക്സാമ്പിള് ഇപ്പോ കണ്ടോ, ഇത് ടീം, ടീം, ക്രൗഡ്, മനസ്സിലായോ? ഗ്രൂപ്പ്, പിന്നെ ഗ്യാങ് ഒക്കെ പറയാം, ഗ്യാങ്, ഫ്ലോക്ക്, ഫ്ലോക്ക്, ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഒക്കെയാണ് ഹേർഡ്, ഫാമിലി, കറക്റ്റ്, ഫാമിലി. ഫാമിലി ഒക്കെ എന്താണ്? ഒരു കളക്റ്റീവ് ആണ്. ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉള്ളതാണ് ഫാമിലി. കമ്മിറ്റി, അതും ഒരു കൂട്ടം സ്റ്റാഫ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഒക്കെ ഉള്ളതാണ് കമ്മിറ്റി. പിന്നെ ജൂറി, ജഡ്ജ്, ഒരുപാട് ജഡ്ജുകളുള്ള കമ്പനി, ബെഞ്ച്, കോൺഫറൻസ്, സ്റ്റാഫ് റൂം. കറക്റ്റ്. അപ്പൊ ഇതെല്ലാം എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. What is the difference from common noun? അതായത് കോമൺ noun ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂട്ടം ഗ്രൂപ്പ് ആരും ആവാം. ഇപ്പോ അനിമൽസ് ആവാം. ഇപ്പോ നമ്മുടെ ഇപ്പൊ മനുഷ്യൻ തന്നെയാവാം. ഇപ്പൊ പറഞ്ഞല്ലോ കമ്മിറ്റി ആരൊക്കെയാ ഉള്ളേ? ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ? ആ മെമ്പേഴ്സിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒറ്റയടിക്ക് നമുക്ക് പറയാം ആ കമ്മിറ്റി എന്ന് പറയും. മനസ്സിലായോ? ക്ലബ്ബ്, ക്ലബ്ബ്, അതും അതുപോലെയാണ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ആ ക്ലബിലുള്ള മെമ്പേഴ്സ് കൂടെ ഉള്ളതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയും ക്ലബ്ബ് എന്ന് പറയും. പക്ഷെ അവിടെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ ഗ്രൂപ്പ് ഓഫ് അനിമലോ ആരും ആവാം അവിടെ. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കോമൺ നോൺ എന്ന് പറയുമ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോളേജ് മീൻസ് കോളേജ്, ഗ്രൂപ്പ് ഓഫ് ആണ്. പക്ഷെ നമുക്ക് ക്ലാസ് റൂം പറയാം. കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ് റൂമുകളും കൂടി വരും. അതിന് നമുക്ക് ക്ലാസ് റൂം ആണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇതേപോലെ ഒരുപാട് കളക്റ്റീവ് നൗൺ ഉണ്ട്. നമുക്ക് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. നന്നായിട്ട് പഠിക്കേണ്ടി വരും കേട്ടോ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ പഠിക്കേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ഇങ്ങനത്തെ സിമ്പിൾ എക്സാമ്പിൾസോ കാര്യങ്ങളോ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കാം. മനസ്സിലായോ? അപ്പോ അത് പഠിക്കണം, എന്തായാലും പഠിക്കേണ്ടതുണ്ട്. ഞാനത് ക്ലാസ് റൂമില് അപ്ലോഡ് ചെയ്തേക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ആയോ? മിസ് ഒന്നും കൂടി പറയോ? ഒന്നും കൂടെ പറയാം.
അതായത് ഇപ്പോ ഒരു കൂട്ടം ബേർഡ്സിനെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ബേർഡ്സ് ആണെന്ന് പറയാം. എന്നാലും ഒരു കൂട്ടം ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളക്റ്റീവ് നൗൺ ഒരു പേരുണ്ട്. ഒരു പേരുണ്ട് അതിന്. എന്താ പറയാ? ഒരു കൂട്ടം ബേർഡ്സ് വരുമ്പോ നമുക്ക് എന്താ പറയാ? ഫ്ലോക്ക് പറയും. ഫ്ലോക്ക്. മനസ്സിലായോ? ഫ്ലോക്ക്. അതേപോലെ തന്നെ നമുക്ക് പരുന്തുകള്, ഈഗിൾ, ഈഗിള് കേട്ടിട്ടുണ്ടോ? ഈഗിൾ. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഈഗിൾ ആണെങ്കിൽ നമ്മൾ എന്താ പേര് പറയാം? ഫ്ലീറ്റ് ആണോ? ഫ്ലീറ്റ് വരുന്നത് ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണ്. ഷിപ്പ് വരുമ്പോൾ ഫ്ലീറ്റ് വരുന്നത്. ഗ്രൂപ്പ് ഓഫ് ഈഗിൾ എന്ന് പറയുമ്പോൾ കോൺവക്കേഷൻ എന്ന് പറയും. കോൺവക്കേഷൻ. കോൺവക്കേഷൻ. ഓക്കെ മാം, എന്തോ? ഗ്രൂപ്പ് ഓഫ് കോമൺ നൗൺ ആണോ കളക്റ്റീവ് നൗണ്? അല്ല, ഗ്രൂപ്പ് ഓഫ് കോമൺ നൗൺ അല്ല കളക്റ്റീവ്. Then group of tiger. ഒരു കൂട്ടം ടൈഗർ നമ്മൾ കണ്ടു. നമ്മൾ എന്താ പറയാ? നമ്മൾ ടൈഗർ എന്ന് പറയും. പക്ഷെ കളക്റ്റീവ് നൗൺ നമുക്കിവിടെ പഠിക്കുന്ന ഓരോ നൗൺ ആണ്. സോ നമ്മൾ അതിന്റെ എല്ലാവരും നൗൺസ് പഠിച്ചിരിക്കണം. അപ്പൊ ഒരു കൂട്ടം ടൈഗറെയാണ് കണ്ടെങ്കിൽ നമുക്ക് ആംബുഷ് എന്ന് പറയാം. ആംബുഷ്. മാം, ഇതോ ലിവിങ് തിങ്സിന് മാത്രമാണോ ഈ കളക്റ്റീവ് നൗൺ എന്ന് പറയാ? അങ്ങനെയുണ്ടോ? ലിവിങ് തിങ്സ് അല്ല. ഇപ്പൊ ഷിപ്പ് വന്നാലും നമുക്ക് കളക്റ്റീവ് നൗൺ പേരുണ്ട്. പറയാം. പറയാം. നോൺ ലിവിങ്ങും ലിവിങ് തിങ്സിനും നമുക്ക് പറയാം. മാം, ഒരു ഡൗട്ട്. നമ്മളിപ്പോ ഈ എല്ലാം എന്താ പറയാ, ഇപ്പൊ ഒരു കൂട്ടം ബേർഡ്സിനെ കണ്ടു, ഒരു കൂട്ടം ഈഗിളിനെ. അപ്പൊ നമ്മൾ ആ ഒരു നെയിംസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? അതിപ്പോ നമുക്ക് എങ്ങനെയാ കിട്ടുക വേഗം? അതായത് ക്വസ്റ്റ്യൻ വരുമ്പോ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്. എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നാണോ? ആ ക്വസ്റ്റ്യൻ വരുമ്പോ, അതായത് ഒരു കൂട്ടം ഈഗിളിനെ കാണുമ്പോ നമ്മളിപ്പോ പെട്ടെന്ന് കൺവെക്കേഷൻ അങ്ങനെ ആ ഒരു നെയിം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഒരു ഐഡന്റിഫൈ ആയിട്ട് ആ നെയിം എങ്ങനെയാണ്? ഇപ്പൊ ഒരു കൂട്ടം ഈഗിളിനെ ഒരു കൂട്ടം ഈഗിൾ എന്നല്ലേ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെയിം കിട്ടുക എന്നാണ്. അതിപ്പം മനസ്സിലായല്ലോ അത് പറഞ്ഞു. ഇപ്പൊ എക്സാമിന് വരുന്ന ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. കുറച്ച് താഴെ ഒരു 4 പേര് തന്നിട്ട് ഇതിലേതാണ് കളക്റ്റീവ് നൗൺ എന്ന് ചോദിക്കും. അതില് നിങ്ങൾക്ക് ഇപ്പോ ഫ്ലവർ ആൻഡ് ഫ്ലോക്ക്, റിയ ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, ഫ്ലവർ, ഫ്ലോക്ക്, റിയ, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ വിച്ച് ഈസ് കളക്റ്റീവ് നൗൺ. കറക്റ്റ് ആൻസർ ചെയ്താ വരാ? ഫ്ലവർ, ഫ്ലോക്ക്, റിയ, ഇംഗ്ലീഷ്. ഫ്ലോക്ക്. ഫ്ലോക്ക്. ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ കളക്റ്റീവ് നൗണിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? ഏതൊക്കെയാണ് കളക്റ്റീവ് നൗൺ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫ്ലോക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ആ വേർഡാണ്. ഫ്ലോക്ക്, ഫ്ലീറ്റ്, ക്ലാസ്, ആംബുഷ്, കൺവക്കേഷൻ. മനസ്സിലായോ? അങ്ങനെ വേർഡ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. കുറച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ബാക്കിയൊക്കെ നിങ്ങൾ സ്വയം റെഫർ ചെയ്ത് കുറേയൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ ആ വേർഡ് പഠിച്ചിരിക്കുക. നൗൺ എന്ന് പറയുന്നത് നെയിം ആണ്. അതേപോലെ ഈ കളക്റ്റീവ് നൗണിന്റെ ഓരോ നെയിമും പഠിച്ചിരിക്കുക. ഇപ്പോ ഗ്രൂപ്പ് ഓഫ് ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ബാസ്ക് എന്ന് പറയും. BASK, ബാസ്ക്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ബാസ്ക് എന്നാണ്. അപ്പൊ ഞാൻ ചോദ്യം ക്രോക്കഡൈൽ, ബാസ്ക്, ടൈഗർ, ബേർഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതാണ് ഇതില് കളക്റ്റീവ് നൗൺ എന്ന്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യാൻ ബാസ്ക് എന്ന് പറയും. കാരണം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളക്റ്റീവ് നൗൺ എന്താണെന്ന് അറിയണം. ആ ഓരോ പേരും പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാം കുറച്ച് വേർഡ് തരുന്നു പറഞ്ഞില്ലേ, അത് ക്ലാസ് റൂമിൽ ഉണ്ടാകുക? ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഓക്കെ മാം. അപ്പോ ഇത് ഗ്രൂപ്പ് ഓഫ് അനിമൽ ആകാം, പേഴ്സൺ ആകാം, തിങ്സ് ആകാം, എന്തും ആകാം. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. ആ നെയിം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ,
കുറച്ചൊക്കെ ഞാൻ എന്റെ നോട്ടിൽ ഉണ്ടാകും, ബാക്കിയൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കണം. ഇത് പഠിക്കേണ്ട ആവശ്യമാണ്. ബാക്കി എല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, പക്ഷെ ഇത് പഠിക്കണം. ഓക്കെ, ബാക്കി എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും. പ്രോപ്പർ നൗൺ ആണെങ്കിലും കോമൺ നൗൺ ആണെങ്കിലും അബ്സ്ട്രാക്ട് നൗൺ ആണെങ്കിലും നിങ്ങൾക്ക് വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതൊക്കെയാണ്. പക്ഷെ കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, അത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Yes, ma'am. Yeah, ma'am. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ഫങ്ഷൻസ് ഓഫ് നൗൺ ആണ്. ജസ്റ്റ് ഇത് എഴുതി ചെയ്തോളൂ, നമുക്ക് പഠിക്കാം. ഇതെല്ലാം നമ്മൾ പിന്നീട് കറക്റ്റ് ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വേറൊന്നല്ല, സബ്ജക്റ്റ് ആയിട്ട് വരാം, ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഇതൊക്കെയാണ് പറയുന്നത്. അതായത് നൗൺ എവിടേക്ക് വരും, ഒരു സെന്റൻസിൽ നൗൺ എവിടേക്ക് വരും എന്നാണ് ചോദിക്കുന്നത്. ഈ കളക്റ്റീവ് നൗൺ എക്സ്ട്രാ സെർച്ച് ചെയ്ത് കുറച്ച് പഠിക്കേണ്ടി വരും. ഞാൻ ഒരുപാട് കുറച്ചൊക്കെ ഞാൻ എന്റെ നോട്ടില് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മനസ്സിലായോ? ടീച്ചേഴ്സ് ആണ്, ടീച്ചേഴ്സിന് അത്യാവശ്യം നോളജ് വേണം. ആ നോളജ് ഒരു കുറേയൊക്കെ എനിക്ക് തരാൻ പറ്റും, ബാക്കി എല്ലാവരും നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കണം. ശരിയല്ലേ? ശരിയാണോ? Yes. Yes. എന്തായാലും പഠിക്കണം. Yes. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും പഠിക്കണം. ടീച്ചേഴ്സ് ആണ് എന്നുള്ളൊരു എപ്പോഴും മൈൻഡ് ഉണ്ടാവണം. ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ടീച്ചർ ആണ് എന്നുള്ള മൈൻഡിൽ എപ്പോഴും വേണം കേട്ടോ. Okay, ma'am. ഇനിയിപ്പോ ഞാൻ പറയുന്ന ക്ലാസ് ഇപ്പൊ നൗൺ എന്താണ്, പ്രോണൗൺ എന്താണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ അതിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ട് പഠിക്കാണ്ട് പഠിച്ചു പോകാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണ്. പിന്നീട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്റെ ക്ലാസ്സും നിങ്ങളുടെ റെഫറൻസ് കൂടെ ആകുമ്പോൾ കുറച്ചൊരു ബെറ്റർ ആണ്. ഓക്കെ, പെട്ടെന്ന് ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാഷ് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാനായിട്ട്. മനസ്സിലായോ? കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടഫായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തന്നെ അത് കുറെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണോ? ക്ലാസ് ശ്രദ്ധിക്കുവോ? ഓക്കെ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവര്, പേടിക്കണ്ട, നമ്പർ എടുത്താൽ മതി. ഇനി ഫങ്ഷൻസ് ആണ്. നൗൺ എങ്ങനെയാണ് സെന്റൻസിൽ വരാ? ഇപ്പൊ നൗൺ എന്താണെന്ന് അറിയാലോ. ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ പോകുന്നതോട് ഞാൻ നൗൺ എന്നൊക്കെയാ പറയാം, അത് മനസ്സിലാക്കണം. ഇപ്പൊ ഗൗരി സ്ലെപ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഗൗരി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് വരാം, അങ്ങനെ വരും. ഓക്കെ, അപ്പൊ നൗൺ ഏതൊക്കെ പൊസിഷനിൽ വരും എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകും തോറും ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പൊ ഇക്കാര്യം ഈ പോർഷൻ വിട്ടേക്കോ, പേടിക്കണ്ട. അങ്ങോട്ട് പോകും തോറും ഇതെല്ലാം ക്ലിയർ ആക്കി എന്തേലും. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നൗൺ, ഏതൊക്കെയുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുമ്പോ അയ്യോ മിസ് ഈ പോർഷൻ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കണ്ട. അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതൊക്കെ തന്നെയാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു കണക്ഷൻ പോകുന്നത് പഠിച്ചാലേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നൗൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കളക്റ്റീവ് നൗൺ വരെ പറഞ്ഞു. ഇനി അടുത്തത് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്. പറയുന്ന പോലെ തന്നെയാണ് ഇത്. കൗണ്ടബിൾ മീൻസ് കൗണ്ട്, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തും കൗണ്ടബിൾ നൗൺ ആണ്. അതായത് ഞാൻ ഒരു പേര് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൗണ്ടബിൾ നൗൺ ആണ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, പറയുമ്പോൾ അത് ഇത്തിരി സിമ്പിൾ ആയിട്ട് തോന്നി, പക്ഷെ കൺഫ്യൂഷൻ ചെയ്യാനായിട്ട് കുറച്ച് വേർഡ്സ് ഒക്കെ ഇതിലുണ്ട്. അതായത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് കൗണ്ടബിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതെല്ലാം അൺകൗണ്ടബിൾ ആയിരിക്കാം. മനസ്സിലായോ? അതിന് എക്സാമ്പിൾസ് ഇപ്പൊ ബുക്ക്, ചെയർ, ഡെസ്ക്,
ഗേൾ, പെൻ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അൺകൗണ്ടബിൾ ആണെങ്കിലോ വാട്ടർ, ഓയിൽ, ഷുഗർ, പെട്രോൾ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓൾറെഡി കേട്ടപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ടെക്സ്റ്റിലെ കൗണ്ടബിൾ നൗൺ തുടങ്ങിയതിനു ശേഷം പിന്നെ വന്നിരിക്കുന്ന പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം വീണ്ടും കൗണ്ടബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ടബിൾ കോമൺ നൗണിൽ തന്നെ കൗണ്ടബിൾ നൗൺ ഉണ്ടാവില്ല. ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം അത്. അപ്പോ പ്ലൂറൽ നൗൺ ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്ലൂറൽ നൗൺ നോക്കാം. കൗണ്ടബിൾ കഴിഞ്ഞിട്ട് അതിനുശേഷം പ്ലൂറലിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ കൗണ്ടബിൾ എന്നും പറഞ്ഞു എല്ലാം പറ്റുന്നതാണ് കൗണ്ടബിൾ നൗൺ. അത് കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ വേർഡ് എക്സാമ്പിൾസ് ഒക്കെ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൗണ്ടബിൾ നൗൺ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോക്കാം അൺകൗണ്ടബിൾ നൗൺസ് ഏതൊക്കെയാണ്, അത് ഏതൊക്കെ കാറ്റഗറിയിൽ വരും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് തിങ്സ് കൺസിഡർഡ് ഇൻ മാസ്. നമുക്ക് ഷുഗർ, റൈസ്, വീറ്റ്, ഹെയർ, ഡസ്റ്റ്, ഇതെല്ലാം നമുക്ക് നാച്ചുറൽ ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതൊക്കെയാണ്. അത് എന്താണ്, അതെല്ലാം അൺകൗണ്ടബിൾ ആണ്, നമുക്ക് തിന്നാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഗോൾഡ്, വുഡ്, പേപ്പർ, ഇതൊന്നും എണ്ണാൻ പറ്റില്ല. അതായത് ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക മല, വള അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പ്രകൃതിയിൽ നിന്ന് കിട്ടുമ്പോ ആ ടൈമിൽ അത് എണ്ണാൻ പറ്റുന്ന ഒന്നായിരിക്കും. മനസ്സിലായി, കിട്ടുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ നമുക്കത് എണ്ണാൻ പറ്റും. മനസ്സിലായോ? അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഫസ്റ്റ് ടൈം ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ആ ടൈമിലുള്ള നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗോൾഡ്, വുഡ്, പേപ്പർ ഇതൊന്നും നമുക്ക് കൗണ്ട്. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ലിക്വിഡ് ഐറ്റംസിൽ വാട്ടർ, ഓയിൽ, മിൽക്ക്, ലിക്വിഡിൽ എന്ത് വന്നാലും അതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ദെൻ ഗ്യാസസ്, എയർ, ഒരിക്കലും എയർ ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അതും അൺകൗണ്ടബിൾ ആണ്. ദെൻ കോൾഡ്, ഹീറ്റ്, സൺലൈറ്റ്, ഇലക്ട്രിസിറ്റി, അത് നിങ്ങൾക്ക് ഓൾറെഡി കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതും അൺകൗണ്ടബിൾ ആണ്. ദെൻ ആബ്സ്ട്രാക്ട് നൗൺസ് നമുക്ക് അൺകൗണ്ടബിൾ വരും. അതായത് നമ്മുടെ ഹാപ്പി, ആംഗ്രി, ഫ്രീഡം, ഇതെല്ലാം അൺകൗണ്ടബിളിൽ വരും. അപ്പൊ ക്വസ്റ്റ്യന്റെ ബേസ് ചെയ്ത് മാത്രം ആൻസർ ചെയ്താ. ഓക്കെ, ദെൻ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയില്ലേ, അതെല്ലാം അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ, ഒന്നും കൂടി പറയാം മാം. ഓക്കെ, അപ്പോ മ്യൂട്ട് ചെയ്യൂ. ശ്രുതി സി, മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ പറയും ചിലപ്പോ, വിച്ച് ഈസ് അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ ഒരുപാട് പേര് കൊടുക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണോ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് തോന്നുന്നത് ആ നൗണിന്റെ പേര് ആൻസർ ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. മിസ്, ഒരു കാര്യം, എനിക്കൊന്ന് കൗണ്ടും ഒന്ന് പറഞ്ഞായിരുന്നു, എനിക്കത് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന എല്ലാം എന്താണ് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം കണ്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാൻ പറ്റും. അൺകൗണ്ടബിൾ. നമുക്ക് കോൾഡ് ഒക്കെ സെൽഷ്യസിലൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? ഇലക്ട്രിസിറ്റി ആയാലും വാട്ട്സിൽ കൗണ്ട് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, അത് നമ്മൾ പറയുമ്പോ എങ്ങനെയാ പറയാ, ഇലക്ട്രിസിറ്റി മാത്രം എടുക്കുക പറയാ, അവിടെ മെൻഷൻ ചെയ്യും എത്ര വാട്ട്സ് ആണെന്ന് മെൻഷൻ ചെയ്യില്ലേ. അങ്ങനെ ചെയ്തിട്ടൊരു വേർഡ് ആണെങ്കിൽ അത് കൗണ്ടബിൾ ആണ്. ക്ലിയർ ആയോ? ഇത്ര വാട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒരു വേർഡ് തന്നിരിക്കുന്നതെങ്കിൽ അത് കൗണ്ടബിൾ ആണ്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ആ വേർഡ് ആണ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഒരിക്കലും എണ്ണാൻ പറ്റില്ല അല്ലെ, കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്. ആബ്സ്ട്രാക്ട് നൗൺ ഈസ് ഓൾസോ അൺകൗണ്ടബിൾ നൗൺ. ഓക്കെ, ഹാപ്പിനെസ് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല,
കറേജ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഹീറ്റ് കൗണ്ടിങ് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? അവിടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മെഷർ ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കൗണ്ടബിൾ ആണ്. അതായത് നിങ്ങൾ വേർഡ് നെയിം നോക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അല്ലാതെ പെട്ടെന്ന് ഹീറ്റ് ഹോട്ട് എന്നൊക്കെ കണ്ടാല് നിങ്ങൾക്കത് ഒരിക്കലും ആ വേർഡ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ അൺകൗണ്ടബിൾ ക്ലിയർ ആയോ? അതിനുശേഷം നമുക്ക് കൗണ്ടബിളിലേക്ക് പോവാം. അപ്പോ ഇവിടെ ഈ ടേബിളിൽ കാണുന്ന എല്ലാനും അൺകൗണ്ടബിൾ നൗൺ ആണ്. മെറ്റീരിയൽസ് വുഡ് ആൻഡ് പേപ്പർ. വുഡ് ആൻഡ് പേപ്പർ ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പേപ്പർ എനിക്ക് തോന്നി നിങ്ങൾ ചിന്തിക്കും അസൈൻമെന്റ് പേപ്പർ എണ്ണാൻ പറ്റില്ല, മിസ് ചെയ്ത് ചോദിക്കും. അങ്ങനെ പേപ്പർ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുമ്പോ വലിയൊരു ഷീറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുക. അത് പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കൗണ്ട് ചെയ്യില്ല. അത് മീൻസ് ആ വേർഡ് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിള് കൺഫ്യൂഷൻ വരുന്നവരോട് പറയാം. മണി കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? Uncountable. കൗണ്ടബിൾ അല്ലേ? കൗണ്ടബിൾ അല്ലേ? കൗണ്ടബിൾ അത് എത്രയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അത് അൺകൗണ്ടബിൾ ആണ്. വെച്ചിട്ടല്ലേ കൗണ്ടബിൾ മണി മെൻഷൻ ചെയ്തിട്ടില്ലേ? മെൻഷൻ ചെയ്താല് കൗണ്ടബിൾ, മെൻഷൻ ചെയ്യാഞ്ഞാൽ എത്രയാണെന്ന് മെൻഷൻ ചെയ്യാഞ്ഞ എത്ര മണിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മണി എന്ന് പറയുന്ന വേർഡ് അൺകൗണ്ടബിൾ ആണ്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് അൺകൗണ്ടബിൾ, ഏതൊക്കെയാണ് കൗണ്ടബിൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ടേബിളിൽ കാണിക്കുന്നതൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇനി ഈ വേർഡ്, ഈ അൺകൗണ്ടബിൾ ആയ വേർഡിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാം. ഞാൻ പറഞ്ഞു മെൻഷൻ ചെയ്യണം. എന്താണെന്ന് മെൻഷൻ ചെയ്താൽ അത് കൗണ്ടബിൾ ആകും. മ്യൂട്ട് ആക്കൂ. മ്യൂട്ട് ആക്കാൻ പറയും. മ്യൂട്ട് ആക്കൂ. റഷീദ. ഓക്കെ, ഈ ടേബിളില് അൺകൗണ്ടബിൾ എന്ന് പറയുന്ന ഇപ്പൊ ടേബിൾ കണ്ടോ? ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ആബ്സെൻസ്, ഡെത്ത്, ഹ്യൂമർ, നേച്ചർ, ഷുഗർ, ആക്സസ്, ഡെമോക്രസി, ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഇവിടെ മണി ഉണ്ട് കണ്ടോ? ഇവിടെ മണി ഉണ്ട്. മണി, ഹെൽത്ത്, ഫിക്ഷൻ, ഫ്ലഡ്, ഫ്ലഷ്, ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇനി ഈ അൺകൗണ്ടബിളിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റും. അത് എങ്ങനെ എന്നറിയണ്ടേ? ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. I have some work today. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറയുമ്പോ, വർക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് പണികൾ ഉണ്ടെന്നാ പറയുന്നത്. വർക്ക് മീൻസ് അവിടെ പണി എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ നോക്കിയേ, I have read the works of Shakespeare എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആണ്. എന്താണ്? ഷേക്സ്പിയറിന്റെ വർക്ക്സ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എണ്ണാൻ പറ്റും ഷേക്സ്പിയർ എത്ര വർക്ക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് എണ്ണാൻ പറ്റും. ശരിയല്ലേ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് ചോദിക്കുമ്പോ സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടാകും, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പേടിക്കണ്ട. ദെൻ ഇവിടെ ഈ ടേബിൾ കണ്ടോ? ഈ ടേബിളില് ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. അൺകൗണ്ടബിൾ നമ്പേഴ്സിന്റെ കൂടെ ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് അറിയാം. എ ഓർ ആൻ ആപ്പിൾ, ആൻ എലിഫന്റ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ അഡ്വൈസ് ഉണ്ട്. അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. അവിടെ ഒരിക്കലും നമുക്ക് ഇവിടെ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ പറയും അഡ്വൈസ് എന്ന് പറയുമ്പോൾ എ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ നമുക്ക് ആൻ യൂസ് ചെയ്യേണ്ടേ മിസ്റ്റേക്ക് എന്ന് പറയും. അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ നമുക്ക് അങ്ങനെ ആൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വോവൽസ് ആണ്. ഓക്കെ, ബട്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ
ഈ vowels കൺസണൻസ് വവൽസ് വരും. ഇതല്ലേ കൺസണൻസ് വവൽസ് ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതെല്ലാരും അൺകൗണ്ടബിൾ നൗൺ ആണ്. അതാ ഞാൻ പറഞ്ഞ അൺകൗണ്ടബിൾ നൗണിന് മുന്നില് വവൽസ് ആണോ കൺസണൻസ് ആണോ എന്നല്ല, അത് അൺകൗണ്ടബിൾ ആണോ അതിന്റെ മുന്നിൽ നമുക്ക് എ അല്ലെങ്കിൽ ആൻ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ കാണുന്ന എക്സ്പ്രഷൻസ് ആണ്. എ പീസ് ഓഫ്, മെനി ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ്സ് ഓഫ് എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷൻസ് ആണ് അൺകൗണ്ടബിൾ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും? കൗണ്ടബിൾ ആയിട്ട് മാറും. ഓക്കെ, അതായത് ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ നോക്കിയേ. They spent a little money on ants. They spent a little money on ants. ഭിക്ഷയ്ക്ക് വേണ്ടി അവര് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു എന്നാ പറയുന്നത്. അവിടെ മണി എന്ന് മാത്രമല്ല വന്നിരിക്കുന്നത്, ലിറ്റിൽ മണി എന്ന് പറഞ്ഞു, കുറച്ച് പൈസ, ലിറ്റിൽ മണി. അങ്ങനെ ലിറ്റിൽ മണി എന്ന് പറയുമ്പോ അതെന്തായി? കൗണ്ടബിൾ ആയി. കൗണ്ടബിൾ ആയി. അൺകൗണ്ടബിൾ കൗണ്ടബിൾ ആക്കാനായിട്ട് കുറച്ച് എക്സ്പ്രഷൻസ് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോ അങ്ങനെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത വേർഡ് ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അൺകൗണ്ടബിൾ കൗണ്ടബിൾ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോ അത് മണി എന്ന് പറയുന്നത് കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആണല്ലോ, ആൻസർ അൺകൗണ്ടബിൾ വരും. പക്ഷെ മിസ്റ്റേക്ക് ആണ്, അവിടെ ലിറ്റിൽ മണി എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് മണി പറഞ്ഞത്. അപ്പോ അതെന്തായി? കൗണ്ടബിൾ ആയി മാറി. ഓക്കെ, അപ്പോ അങ്ങനെ കൗണ്ടബിൾ ആയി മാറുന്ന കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം പഠിക്കണം. ഓക്കെ, അബ്യൂസ്, എ സ്ട്രീം ഓഫ് അബ്യൂസ് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആയി. അഡ്വൈസ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആയി മാറി. മനസ്സിലായോ? അപ്പൊ അൺകൗണ്ടബിൾ നൗണിനെ നമുക്ക് കൗണ്ടബിൾ ആക്കാനും പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, പഠിച്ചാൽ മാത്രമേ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. Is it clear? Yes, miss. Yes, ma'am. Yes, Clear. ma'am. Okay. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈഹാർട്ട് ആണോ? ബൈഹാർട്ട് പഠിക്കണമെന്നില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാലും മതി. അത് കാണുമ്പോൾ മനസ്സിലാവണം അത് ഏത് നൗണാണെന്ന് മനസ്സിലാവും. ബൈഹാർട്ട് ചെയ്യേണ്ടത് കളക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് മീൻസ് അത് നമ്മൾ പഠിക്കുന്നതോടെ ഓൾറെഡി അത് നമ്മുടെ മനസ്സിലേക്ക് പോയിരിക്കും, ബൈഹാർട്ട് ആയിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ 2-3 പ്രാവശ്യം ആ നോട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ട് ആവും. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാലോ. അത് നിങ്ങൾ റെഫർ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ തന്നെ കണ്ടു പിടിച്ചിട്ട് പഠിച്ചിരിക്കുക, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇന്നെടുത്തത് നമ്മുടെ നൗൺ, കുറച്ചൊക്കെ നമ്മുടെ നൗൺ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇത് എന്റെ നോട്ടാണ്. എന്തോ കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആക്കാൻ പറ്റത്തില്ലല്ലോ, തിരിച്ചൊക്കത്തില്ലല്ലോ കൗണ്ടബിൾ നൗണിനെ. എന്തോ മനസ്സിലായില്ല? കണ്ടോളൂ. കൗണ്ടബിൾ നൗണ് അൺകൗണ്ടഡ് ആക്കാൻ പറ്റത്തില്ലല്ലോ, അൺകൗണ്ടബിൾ നൗണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കൗണ്ടബിൾ നൗൺ നമുക്ക് അൺകൗണ്ടബിൾ ആക്കാൻ പറ്റില്ല. ഓൾറെഡി കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ, കൗണ്ടബിൾ ആക്കാൻ പറ്റില്ല. ഹലോ മാം, എങ്ങനെയാണ് ഈ ജോക്ക്, ജോബ് ഇതൊക്കെ കൗണ്ടബിൾ ആവുക? അതിലുണ്ടല്ലോ കൗണ്ടബിളില്. ജോക്ക്, ജോബ്. ജോക്ക്, എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ആ വേർഡ് ശ്രദ്ധിക്കുക. എംപ്ലോയ്മെന്റ് എന്താണ്? എംപ്ലോയ്മെന്റിന്റെ മീനിങ് എന്താണ്? നോക്കിയേ, എംപ്ലോയ്മെന്റ് എന്താണ്? ജോലി, ജോലികൾ, തൊഴിൽ, പറയൂ. തൊഴിലല്ലേ? തൊഴിലാണ്. തൊഴിലിന് വേണ്ടി തൊഴിൽ. ജോബ്, ജോബാണെങ്കിൽ ജോബ്, ജോലിയാണ്, തൊഴിലാണ് അല്ലെ? അതായത് ഇപ്പൊ എന്താ
എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന വാക്കും ജോബ് എന്ന് പറയുന്ന വാക്കും സെയിം മീനിങ് ആണ് തരുന്നത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ നമുക്ക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ജോബ് ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് ആ വേർഡിന്റെ ആണ്. നിങ്ങൾ ഒരുപാട് ഇതാക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അതായത് ഇപ്പോ ഫിക്ഷന് പക്ക മലയാളമൊന്നുമില്ല. ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, naturally you learn control that product say through sentence wise job opportunity. അതന്നെ ഗ്രൂപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് എംപ്ലോയ്മെന്റ്. കറക്റ്റ് ആണ്. ഇടക്ക് ചില സമയത്ത് എനിക്ക് പറയാൻ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് എല്ലാവരും വിചാരിക്കരുത്. എനിക്കിത് എങ്ങനെ പറഞ്ഞ് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറഞ്ഞു തരണം എന്നാണ് ഞാൻ ആലോചിക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഫിക്ഷൻ നമുക്ക് അങ്ങനെ ആ പേര് കേൾക്കുമ്പോൾ ഇത് നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. പക്ഷെ ആ ടൈപ്പ് നമ്മള് നോവൽ എന്ന് പറയുമ്പോ ഓക്കെ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ. അതേപോലെ ഫൺ എന്ന് പറയുന്ന വേർഡ് എന്താ, കുറച്ച് ഫണ്ണായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ഫൺ എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ ടൈമിൽ നമ്മൾ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പക്ഷെ ജോക്ക്, അവൻ ഇത്ര ജോക്ക് പറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഫണ്ണിന്റെയും ജോക്കിന്റെയും വ്യത്യാസം. അതുപോലെ തന്നെ ലാഫർ ആൻഡ് ലാഫ് രണ്ടും സെയിം മീനിങ് ആണ്. ഫണ്ണിന്റെയും ജോക്കിന്റെയും മീനിങ് സെയിം അല്ലേ? അതാ പറഞ്ഞേ, എല്ലാത്തിനും സെയിം മീനിങ് ആണ്. ലാഫർ ആണെങ്കിൽ ലോഫ് ആണെങ്കിൽ സെയിം മീനിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മസ്റ്റ് അത് പഠിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ സെയിം മീനിങ് ആണ്, സെയിം ഇത് എങ്ങനെ കൗണ്ടബിൾ ആയി എന്ന് വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചേക്കില്ലേ. ഇപ്പൊ മിഷനറി എന്ന് പറയുന്നത് എന്താണ്? മെഷീനറി എന്താ? മെഷീൻസ് ആണ്. അതുപോലെ മെഷീൻ എന്ന് പറഞ്ഞു. മെഷീനറി എന്ന് പറയുമ്പോ ആ ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീനറീസ് എന്നൊക്കെ പറയും നമ്മള്. മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു മെഷീനേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു മെഷീനെ പറയാൻ ഒരു അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ മെഷീൻ എന്ന് പറയുക. പിന്നെ ഇവിടെ നോക്കിയ ബ്രെഡ്, നിങ്ങൾ വിചാരിക്കുമോ ബ്രെഡ് എണ്ണാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രെഡ് നമുക്ക് പറയുമ്പോൾ എണ്ണാൻ പറ്റില്ല. അതില് സ്ലൈസ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്ന സ്ലൈസ് ഓഫ്, ഇപ്പൊ എത്ര സ്ലൈസ് ഉണ്ടെന്ന് എണ്ണാൻ പറ്റും. മനസ്സിലായോ? അതാണ് ആ വേർഡിക്ക് വ്യത്യാസത്തിലാ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നതായിരിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരാം. അത് എണ്ണാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു. നിങ്ങളത് മറ്റൊരു പഠിക്കണം. ഒരു സംശയം ചോദിച്ചോട്ടെ? പറയൂ, ചോദിച്ചു. നമ്മൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെയാണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്? അതായത് അങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, ഒറ്റക്കായിട്ട് നിൽക്കുമ്പോ നമുക്ക് എണ്ണാൻ പറ്റും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയും പറയാം. പക്ഷെ നിങ്ങള് അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോ പല വഴിക്കും ചോദിക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിലും ചോദിക്കാം. എല്ലാരും അതൊന്നും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ നേരത്തെ കണ്ട കുറച്ച് മെറ്റീരിയൽസും നിങ്ങൾ ഇതില് ശ്രദ്ധിച്ചോ, ഒരുപാട് അബ്സ്ട്രാക്ട് നൗണും ഇതിൽ പെടും. മനസ്സിലായോ? അപ്പോ എപ്പോഴും ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് നന്നായിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യണം. ഓക്കെ. അതേപോലെ ഇവിടെ കണ്ടോ ഒരു എന്തോ ആപ്പിൾ എന്ന് പറയുന്നത് ഇപ്പം അൺകൗണ്ടബിൾ ആണോ? പീസ് ഓഫ് അല്ലെങ്കിൽ 2 ആപ്പിൾസ് അങ്ങനെ വരുന്നത് കൗണ്ടബിൾ അങ്ങനെയാണോ? അങ്ങനെയാ. ആ വേർഡാണ് നമ്മൾ നോക്കണേ. മനസ്സിലായോ? ഓക്കെ മാം. ആ വേർഡിനെ, ആ നൗണിനെ നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോ അതില് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൗണ്ടബിൾ ആയിരിക്കും. എന്തോ പറയൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മൾ അൺകൗണ്ടബിൾ അല്ലേ, പീസ് ഓഫ് മെനി പീസ് ഓഫ് ഒക്കെ ചേർക്കുമ്പോൾ അത് അൺകൗണ്ടബിൾ തന്നെയാണോ? പീസ് ഓഫ് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആയി മാറും. അൺകൗണ്ടബിൾ അല്ല കേട്ടോ. പീസ് ഓഫ് എന്ന് പറയുമ്പോൾ മാം ഇപ്പൊ ഇപ്പൊ പെണ്ണെന്ന് പറയുമ്പോൾ നമ്മളൊരു പെണ്ണ്, ഒരു പാക്കറ്റ് പെണ്ണ് എന്ന് പറയുമ്പോഴല്ലേ അത് കൗണ്ടബിൾ ആവുന്നുള്ളൂ. ഒരു പെണ്ണ്. ഓക്കെ മാം, ഓക്കെ ക്ലിയർ ആണ്. ഇവിടെ അൺകൗണ്ടബിൾ നൗൺസ് ആർ പ്രിസീഡഡ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ എന്ന് കൊടുത്തിട്ടില്ലേ?
അതിനുശേഷം നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അൺകൗണ്ട് നൗണ് വരുമ്പം ഫ്യൂവും എഫ്യൂവും മെനി ഓഫ് നമ്പർ ഓഫ് വരുമ്പോ കൗണ്ടബിൾ ആവും. മറ്റേ എല്ലാം വരുമ്പോ കൗണ്ടബിൾ തന്നെ ആവുക. എന്ത് വരുമ്പോ ഇവിടെ PDF-ല് അൺകൗണ്ടബിൾ നൗണിന്റെ അടുത്ത് എ പീസ് ഓഫ് മെനി പീസ് ഓഫ് ഒക്കെ കൊടുത്താല് അത് കൗണ്ടബിൾ ആവും. ഓക്കെ, അതുപോലെ തന്നെയാണോ ഫ്യൂ എ ഫ്യൂ മെനി നമ്പർ ഓഫ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് കൗണ്ടബിൾ ആവും? അല്ല ഇവിടെ PDF നോക്കിയപ്പോ അതിലൊരു ചെറിയ ഡൗട്ട്, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഒന്നും കൗണ്ടബിൾ നൗണിന് മുന്നിൽ യൂസ് ചെയ്യില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്താല് അതെന്താണ്, ഒരിക്കലും കൗണ്ടബിളിന് മുന്നിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസ് ഒരിക്കലും കൗണ്ടബിൾ നൗൺ ആയിരിക്കില്ല. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം വരും. നിങ്ങൾക്കൊരു കോമൺ സെൻസ് വേണം. ഫസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. പഠിക്കാൻ കുറച്ച്, ഇപ്പൊ ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാല് ഏറ്റവും എളുപ്പമാണ്. ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിട്ട് ഉണ്ടാവില്ല. അപ്പം ചോദിച്ചോട്ടെ, ഫ്യൂ എ ഫ്യൂ ദ ഫ്യൂ ഇത് മൂന്നും ചേർക്കുന്ന ഒരു സംഭവം ഇല്ലേ? ഹാഡ് വരുമ്പോ ദ ഫ്യൂ ചേർക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ? അതാണോ ഇവിടെ പറയുന്നേ? ഇപ്പോ അതായത് ഇപ്പോ ഒരു പെൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ? പെൻ കൗണ്ടബിൾ ആണ്. A few pen എന്ന് പറയുമ്പോഴോ കുറച്ച് പെന്ന് അല്ലേ? A few pen അപ്പൊ കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ ഫ്യൂ ഇതൊന്നും കൗണ്ടബിളിന്റെ മുമ്പിൽ ചേർക്കൂല എന്നല്ല പറഞ്ഞ അൺകൗണ്ടബിൾ വേർഡ്സിന്റെ. അപ്പൊ പെന്നിന്റെ മുന്നിൽ ഫ്യൂ എന്നൊക്കെ ചേർത്ത് പോവാ. കൗണ്ടബിൾ നൗണിന്റെ മുന്നിൽ ഒന്നും ചേർക്കില്ല. ഒരു എക്സ്പ്രഷന്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പൊ അവിടെ പെന്നിന്റെ മുന്നിൽ ഫ്യൂ എ ഫ്യൂ ഒന്നും ചേർക്കാൻ പറ്റൂലല്ലോ. ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞല്ലോ, ദീസ് എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ കൗണ്ട് നൗൺസ്. ചിലപ്പോ ചില സമയങ്ങളിൽ ചേർക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല. നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ കറക്റ്റ് കൗണ്ടബിൾ നൗൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഒരിക്കലും കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. ചില സാഹചര്യത്തിൽ ചേർക്കാറുണ്ട് എന്നാണ് പറയുക. ക്യാൻ ബി യൂസ്ഡ് ബിഫോർ കൗണ്ടബിൾ നൗൺസ്, ചേർക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പൊതുവെ അങ്ങനെ ചേർക്കാറില്ല. നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ അധികം ടെൻഷൻ എടുക്കണ്ട. എക്സാമിന് ആയതുകൊണ്ട് ടെൻഷൻ എടുക്കേണ്ട, സിമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെ അൺകൗണ്ടിനെ കൗണ്ടബിൾ ആക്കുക, അതെന്തായാലും പഠിച്ചിരിക്കും. കൗണ്ടബിൾ നൗൺ നിങ്ങൾ വിട്ടേക്കോ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അൺകൗണ്ടബിൾ എങ്ങനെ കൗണ്ടബിൾ ആകുന്നു എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഒരുപാട് ചിന്തിച്ച് തലകൊണ്ടാക്കണ്ട. അത്രയും എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ചിന്തിച്ചാല് കൺഫ്യൂഷൻ എന്തായാലും വരും. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ ഇന്ന് പഠിച്ച ഏതൊക്കെയാണ്? എല്ലാ നൗണും നമ്മൾ പഠിച്ചു. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, സിമ്പിൾ നോട്ട്. ഓഫ് കോഴ്സ് സിമ്പിൾ നോട്ട് ആണ് ഇത്. കാണുന്ന എന്റെ സിമ്പിൾ നോട്ട് ആണ്. ഇതില് കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം ബാക്കിയെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ആ ടേബിള് നോക്കി പഠിക്കേണ്ട ഒന്നാണ്. ഇനി ബാക്കിയെല്ലാം ഞാൻ സിമ്പിൾ നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അത് പഠിച്ചാലും മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ നോട്ട് നൗൺ ഫുള്ള് നോട്ട് ഉണ്ട്. ഈ നോട്ട് ഞാൻ മിക്കവാറും അപ്ലോഡ് ചെയ്യാം, നാളെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ വായിച്ചു നോക്കൂ. ഇത് ടെക്സ്റ്റ് വായിച്ചെങ്കിൽ കൊടുത്തെങ്കിലും ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പഠിക്കാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയിട്ട് അധികം പട്ടുപിടിക്കണ്ട. അപ്പൊ പഠിക്കാൻ ടെക്സ്റ്റിൽ പഠിക്കേണ്ടത് നമ്മള് കൗണ്ടബിൾ പഠന പോലെ അത് പഠിക്കണം. അത് എന്റെ നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്.
അപ്പൊ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാവും. എന്റെ നോട്ട് പഠിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടും. ആ ടെക്സ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ നോട്ടിൽ എന്റെ നോട്ടിൽ അത് ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ ആലോചിച്ച് ഇതാക്കണ്ട. അയ്യാ, അപ്പൊ ഇന്ന് പഠിച്ചത് proper noun, common noun, abstract noun, collective noun, then countable and uncountable. ഇത്രയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും നന്നായിട്ട് നോക്കിയിട്ട് വരാം. കളക്റ്റീവ് നൗണിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് നന്നായിട്ട് പഠിക്കുക. അല്ലാണ്ട് പുറത്തുനിന്ന് കുറച്ചൊക്കെ റെഫർ ചെയ്യണം. ഈ നോട്ടും എന്റെ ഈ നോട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. മാക്സിമം പഠിക്കാം. അപ്പൊ ക്ലാസ്സിൽ എടുത്തത് അന്നന്ന് പഠിച്ചു പോവുക. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇംഗ്ലീഷിനെ ഒരുപാട് പേടിച്ചിരിക്കേണ്ട, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? മാം നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആണോ തേഴ്സ്ഡേ ആണോ മാം? നെക്സ്റ്റ് ക്ലാസ് മേ ബി തേഴ്സ്ഡേ ഉണ്ടാവാം. ഓക്കെ മാം. അയ്യോ, ഒരു ടൈം ടേബിൾ ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ലീവ് ആയതുകൊണ്ട് ഷെർന മിസ്സിനെ കയറ്റിയതാണ് ക്ലാസ്. അപ്പൊ ഇത് ഷെർന മിസ്സിന്റെ ക്ലാസ് ഞാൻ ഓക്കെ. അതിലെ ടൈം ടേബിൾ ചേഞ്ച് ഒന്നുമില്ല. കൺഫ്യൂഷൻ വന്നത്. കൺഫ്യൂഷൻ ആവണ്ട. ചില സമയത്ത് ഞങ്ങൾ ലീവ് ആകുമ്പോ ക്ലാസ് മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ അതിന് പകരം ടീച്ചേഴ്സിനെ നമ്മള് ക്ലാസ്സിൽ എടുക്കാൻ കയറ്റും. അതിനുശേഷം ആ ടീച്ചറിന്റെ ക്ലാസ് ആരാണ് ലീവായത് ആള് കയറെടുക്കും. അങ്ങനെയാണ്. ഓക്കെ, ടെക്സ്റ്റിലുള്ള നോട്ട്സ് തന്നെയായിരിക്കുമോ? അല്ല, ടെക്സ്റ്റുള്ള നോട്ട് അല്ല. ടെക്സ്റ്റുള്ള സെയിം ആണെങ്കിലും ഞാൻ എന്റെ ഡെഫിനിഷൻ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിട്ട് നോട്ടില് ചെയ്തെന്നുള്ളൂ. ഇത് നോട്ടാക്കിയിട്ട് സെപ്പറേറ്റ് നമ്മൾ നോട്ടാക്കിയിട്ട് എഴുതിയെടുക്കല്ലേ മിസ്സിന്റെ? എഴുതിക്കണ്ടേ, നിങ്ങൾ ഒന്നിനും സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്തെങ്കിലും പ്രിന്റ് എടുത്ത് വെക്കാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയുന്നത് ലെക്ചർ നോട്ട് നമ്മൾ ജസ്റ്റ് എഴുതിയെടുക്കണ്ടേ? ഏതോ ലെക്ചർ നോട്ട് നമ്മൾ ജസ്റ്റ് എഴുതിയെടുക്കണ്ടേന്ന്? ലെക്ചർ ക്ലാസ് ചെയ്തെടുക്കണം. അത് ഞാൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അല്ലാതെ എല്ലാ നോട്ട്സും ഞാൻ മിക്കപ്പോഴും അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ ക്ലാസ്സിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ, ചോദിക്കൂ. മാം നമ്മൾ സാധാരണ ഈ ആപ്പിൾ എന്നുള്ള കോമൺലി സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ആൻ ആപ്പിൾ എന്നല്ലേ യൂസ് ചെയ്യുന്നേ? അപ്പൊ അത് കൗണ്ടബിൾ ആയിട്ടാണോ എടുക്കുന്നതിന്റെ മീനിങ്? ഇല്ലാന്നേ, ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മള് അത് വൊവൽസ് ആണ്, ശരി. പക്ഷെ വൊവൽസ് ആണെങ്കിലും നമുക്കത് അൺകൗണ്ടബിൾ ആണെങ്കിൽ അൺകൗണ്ടബിൾ മുന്നിൽ ഒന്നും നമുക്ക് ആനോ എയോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. എങ്ങനെയാ ആപ്പിൾ അൺകൗണ്ടബിൾ ആവുക മാം? ആപ്പിള് പീസ് ഓഫ് ആപ്പിൾ എന്ന് പറയും. കപ്പിൾ ഓഫ് ആപ്പിൾ എന്ന് പറയും. പറയോ? ക്ലിയർ ആയില്ലേ മാം? അതായത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കൗണ്ടബിൾ നമ്മൾ അൺകൗണ്ടബിൾ നമ്മൾ നോട്ട് തരേണ്ടി വരുമോ? അതായത് അപ്പോ പിന്നെ ഇപ്പോ ഒരു വാക്ക് കൗണ്ടബിൾ നൗൺ എടുക്കുക. ഞാൻ പറയുന്ന വാക്ക് വേണം എന്നാ ഓക്കെ, അത് ഞാൻ ചെയ്യാം. അതായത് ആപ്പിൾ. ആപ്പിള് നിങ്ങൾ തന്നെ പറയൂ, അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? കൗണ്ടബിൾ ആണ്. ആപ്പിള് അൺകൗണ്ടബിൾ അല്ലല്ലോ, കൗണ്ടബിൾ ആണ്. അതിന്റെ മുമ്പില് അങ്ങനെ ചേർക്കൂലല്ലോ. കൗണ്ടബിളിന്റെ മുമ്പില് പീസ് ഓഫും ഇതൊന്നും ചേർക്കൂലല്ലോ. ചേർക്കില്ല. പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നൗണിന്റെ കാര്യത്തിൽ കേട്ടോ, കൗണ്ടബിൾ നൗണിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഒരു സെന്റൻസ് പറയുമ്പോൾ ആനാപ്പിൾ പറയണം. ഇവിടെ നമ്മൾ എടുക്കുന്ന ടോപ്പിക് നൗൺ ആണ്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആൻ ആപ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ആപ്പിൾ എന്ന് പറയുന്നത് വെറും ഒരു നൗൺ ആയിരിക്കും തരാം. ഓക്കെ, അപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന നൗൺ എന്താണ്? ഒരു കൗണ്ടബിൾ ആണ്. കൗണ്ടബിളിന് മുന്നിലും ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അത് എഫ്യു ആണെങ്കിലും എന്താണ് നമ്മൾ ആഡ് ചെയ്യില്ല. ആപ്പിൾ ആപ്പിൾ തന്നെയാണ്. ക്ലിയർ ആണോ? നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു വേർഡ് തന്നിട്ടായിരിക്കോ ചോദിക്കുന്നത്? കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? സെന്റൻസ് തന്നിട്ടല്ലല്ലോ ചോദിക്കുന്നത്.
ഓക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ഡൗട്ട് ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ടോപ്പിക് കഴിയുമ്പോ, ഈ നൗണിന്റെ ടോപ്പിക് കഴിയുമ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. ഓക്കെ മാം. സെന്റൻസ് വരുന്നതിനാണ് ഒരു ഡൗട്ട് ചോദിച്ചത്. സെന്റൻസിൽ നമ്മൾ ആൻ യൂസ് ചെയ്യുമല്ലോ, വേർഡ് ആവുമ്പോൾ ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലല്ലോ അവർക്കോ? ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഒരു ചാപ്റ്റർ വൈസ് ആണ്. നമ്മൾ ചാപ്റ്റർ കഴിയുമ്പോഴാണ് മോക്ക് ടെസ്റ്റ് ഇടുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടും. അതല്ലാതെ ഓരോ പോർഷൻ കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ നൗൺ കംപ്ലീറ്റ് കഴിഞ്ഞാല് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും മോക്ക് ടെസ്റ്റ് ഏകദേശം ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.